ആ പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഖിൽ എൻ.ആർ.ടി. വാഴ വെട്ടണം കേട്ടോ. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് വിവാദപരമായിട്ട് ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും, നല്ല റീച്ചും കിട്ടും. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. ഏഞ്ചലിൻ മരി എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലനാരുടെയും വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്? അയ്യോ വിവേകേട്ട, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ആഞ്ചലീന അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ല അത് പിന്നെ ഈ വിഷയം അവതരിപ്പിക്കണം, അതിന്റെ കൂടെ കുറച്ച് റീച്ചും കിട്ടണം. അതിനു വേണ്ടിയാണ് കറക്റ്റ് സമയം നോക്കി ആഞ്ചലീന അഖിൽ എൻ.ആർ.ടി കയറി പിടിച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കുറെ ആൾക്കാർ ആഞ്ചലീനയുടെ അക്കൗണ്ടും കയറി നോക്കും. അതുവഴി അക്കൗണ്ടിൽ നല്ല എൻഗേജ്മെന്റും കിട്ടും. ഇതൊക്കെ ഒന്നും ആഞ്ചലീന ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? 3 കൊല്ലം മുമ്പേ നടന്ന സംഭവമാണ്. അതിനെതിരെ നീ പണ്ടേ പ്രതികരിക്കണമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. പകരം അഖിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നീ നിന്റെ പ്രതികാരം വീട്ടി. അതല്ല ഉദ്ദേശം. ഇതൊരുമാതിരി സാഡിസ്റ്റിക് പരിപാടിയായി പോയി ഉള്ളത് പറയാലോ. അഖിൽ എൻ.ആർ.ടി നിന്നെ കളിയാക്കിയത് തെറ്റ് തന്നെയാണ്, അത് സമ്മതിച്ച്. അതിന് ഇങ്ങനെയല്ല പ്രതികാരം വീട്ടേണ്ടത്. അതിന് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അതിനുള്ള സമയമല്ലേ ഇത്. ഇത്രയും ക്രൂരമായ രീതിയിൽ പകരം വീട്ടാൻ മാത്രമുള്ള വലിയ തെറ്റൊന്നും അഖിൽ എൻ.ആർ.ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റാണല്ലേ? ഇവൾക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് അഖിലിന് അറിയുക പോലും ഉണ്ടാവില്ല. മാത്രമല്ല അന്ന് ആ പരിപാടിയുടെ സ്ക്രിപ്റ്റ് എഴുതിയതും ഡയറക്ട് ചെയ്തതും ഒന്നും അഖിൽ എൻ.ആർ.ടി അല്ല. എന്താ ഉറക്കം വരുന്നു. അഖിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ എൻ.ആർ.ടിയുടെ സുഹൃത്തായിട്ടുള്ള അരുൺ എൻ.ആർ.ടി എന്ന് പറയുന്ന വ്യക്തി ആഞ്ചലിനയുടെ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഞ്ചലിനക്ക് ഓസിലുണ്ട് എന്ന് ആ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയുക പോലും ഇല്ല. ഇവൾക്ക് പട്ടിയെ പേടിയാണെന്ന് പറഞ്ഞ് ഇവരത് വെച്ച് ട്രോൾ ഉണ്ടാക്കി. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. ആ ട്രോൾ ആഞ്ചലിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അവൻ എന്റെ അസുഖത്തെ കളിയാക്കി അതിനുള്ള കർമ്മയാണ് അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.